ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നേരത്തെ എണീച്ച് എന്തിനാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ പുറത്തിറങ്ങി പെരുമഴ. നമുക്ക് വേഗം കോളേജിൽ എത്തേണ്ടതിന് തന്നെ വേഗം ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങി. മഴ പെയ്യുന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളെന്താക്കി നമ്മുടെ റെയിൻകോട്ട് വിട്ട് എന്താക്കി ചങ്ങാനെ കൂട്ടാൻ പോയി. ഒരാൾ നേരത്തെ ഇറങ്ങി നിൽക്ക്. കാര്യം എന്തെങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇന്നലെ വരെ വെള്ളമില്ലാത്തപ്പോൾ ഇന്ന് ഫുള്ള് വെള്ളം. എന്തായാലേ അങ്ങനെ നമ്മൾ കോളേജിലെത്തി. നമ്മൾ നേരത്തെ തന്നെ വന്നേ വെച്ചാലേ ഇന്ന് നമ്മൾ PT മീറ്റിങ്ങാണ്. അപ്പോൾ ചെക്കന് കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു നേരത്തെ വന്നത്. സാറിനെയും കാട്ടി ഉത്തരവാദിത്തങ്ങളാണ് ഓനിക്കുള്ളത്. അങ്ങനെ നമ്മൾ എടുക്കാനുള്ള പ്രിൻ്റൊക്കെ എടുത്ത് ക്ലാസ് കയറി. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചെക്കന്മാർ ഇന്ന് ഷൈജർ ഖാനയുടെ ഉദ്ഘാടനം നമുക്ക് അവിടെ പോകാൻ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പരിപാടി ഏകദേശം തീർന്നിക്ക്. എന്താ ചെയ്യുക, ടൈമിങ് പണ്ടേ നമുക്കില്ല. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ കിടിലം കടികൾ. അങ്ങനെ നമ്മൾ ഒന്നും നോക്കില്ല, എല്ലാ കടി ഓരോന്ന് വെച്ച് പറഞ്ഞേ. അങ്ങനെ വെക്കുന്നതിന് മുമ്പ് ഓരോ തൊള്ളയിലെത്തിക്കും. എന്താ പറയുന്നത് വെച്ചാൽ വാ അടിപൊളിയെന്ന്. എന്താ അള്ളാഹ്ക്കറിയാം. അങ്ങനെ ഇവൻ്റെ സ്നേഹം കണ്ടോ, വേഗം എൻ്റെ വായിലേക്ക് കിട്ടുന്നത്. സംഭവം നൈസ്, കൊള്ളാട്ടോ, കിടിലൻ സാധനം. നമ്മൾ ഷൈജൽക്ക് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കഴിക്കാനുള്ള രാവിലെ ഓക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ ചായക്കുള്ള ട്രേ ആയിട്ട് ക്ലാസ്സിൽ പോകുന്നത്. സംഭവം എന്താ വെച്ചാലേ പേരൻസൊക്കെ അവിടെ വന്നിക്ക്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഉമ്മയും വന്നിക്ക്. അങ്ങനെ ഞാൻ വേഗം കയറുന്നതൊക്കെ ഒപ്പിടി വെച്ച് വേഗം ഇറങ്ങി. അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നത് എന്നെ പറ്റി കുറ്റം പറയും. ഒക്കെ പറഞ്ഞ് ഉമ്മക്ക് തിരക്കുണ്ടായിരുന്നു. ഉമ്മ പോയി. പുള്ളിയിൽ ഇത്രയും വലിയ മീറ്റിംഗ് എടുക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന വെടിവെച്ച് കളിക്കുന്നത്. കാരണം എന്താ, അവൻ്റെ ഉമ്മ ഇപ്പം വന്നിക്കില്ല, അതിൻ്റെ പൊലിവില. കുട്ടികൾ മാറാത്ത ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ബാക്കി വന്ന കടിക്ക് ഇവൻ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തള്ളക്കോയിൻ്റെ പേരിൽ കോഴിക്കോടികൾ പോകുന്നല്ലോ ഒരു പോകുന്നത്. അങ്ങനെ കടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ളത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലതും ചെയ്തൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എന്താ പറയുന്നത് പടച്ചനറിയാം. അപ്പോൾ നമുക്ക് പുറേ പോയിട്ട് ഒരു പറയുന്നത് എന്താ നോക്കിയിട്ടേ ബാക്കിയുണ്ട്, നാളെ കാണാം. അപ്പം ബൈ.